ഇരിക്കുന്നത്. പക്ഷേ അതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, 2 കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അതിലൊരു കപ്പൽ ഇന്ത്യയിലേക്കുള്ളതാണ് എന്നാണ് റിപ്പോർട്ട്. ഗുജറാത്തിലേക്കുള്ള കപ്പലാണ് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. BK സുഹൈൽ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുഹൈൽ, അത് ഇന്ത്യയിലേക്കുള്ള കപ്പൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ അത് ഏത് തരത്തിലുള്ള കപ്പലാണ്? എണ്ണക്കപ്പലാണോ? അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും വ്യാപാര വാണിജ്യ ബന്ധത്തിനായി ഉപയോഗിച്ച കപ്പലാണോ എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ സുഹൈൽ? ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് IRGC 2 കപ്പലുകളെ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ആ 2 കപ്പലുകളിൽ ഒന്ന് ഇന്ത്യയുടേതാണ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയെ കൂടി ബാധിക്കുന്നു എന്നുള്ളതാണ്. അത് ദുബായിൽ നിന്ന് വന്ന ഒരു കപ്പലാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷേ അത് ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള കപ്പലല്ല. പനാമയുടെയും ലൈബീരിയയുടെയും ഫ്ലാഗുള്ള 2 കപ്പലുകളാണ് ഇന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ ഒരു കപ്പൽ ഏതായിരുന്നാലും ഇന്ത്യയിലേക്കുള്ളതാണ്. അത് ഗുജറാത്തിലെ ഒരു തീരത്തേക്കുള്ളതാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നു. ദുബായിൽ നിന്ന് ചരക്കുകളുമായി വന്ന ഒരു കപ്പലാണ്. സ്വാഭാവികമായും അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ IRGC പറയുന്നത്. അനുമതി ഇല്ലാതെയാണ് ഈ കപ്പൽ ഇങ്ങോട്ട് കടന്നത്. ഒരു ഭാഗത്ത് അമേരിക്കയുടെ നാവിക ഉപരോധം നടക്കുന്നുണ്ട്. അമേരിക്ക വിചാരിക്കുന്ന ആളുകളെല്ലാം ഇങ്ങോട്ട് കടത്തിവിടും എന്ന ഒരു തോന്നലിൽ പല കപ്പലുകളും വരുന്നുണ്ട്. പക്ഷേ അതിനെ തടയിടുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ ഇറാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഈ കപ്പൽ പിടിച്ചെടുക്കുന്നതോടുകൂടി തന്നെ നമുക്കറിയാം ഇന്ത്യയും ഇറാനും തമ്മിൽ വളരെ സൗഹൃദ ബന്ധമുണ്ടായിരുന്നു ഈ യുദ്ധത്തിന് മുമ്പ്. ആ യുദ്ധം തുടങ്ങിയതിന് ശേഷവും ഇന്ത്യയുടെ പല കപ്പലുകളെയും ഇറാൻ കടത്തിവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ ഒരു നാവിക ഉപരോധം നടക്കുന്ന ഘട്ടത്തിൽ ഇറാന്റെ അനുമതി ഇല്ലാതെയാണോ ഈ കപ്പൽ പോകുന്നത് എന്നടക്കമുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്വാഭാവികമായും ഇനി ഈ മേഖലയിലേക്ക് കപ്പലുകൾ കടന്നു വരുന്നില്ല എന്ന് വരികയാണെങ്കിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഈ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ, ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ഈ ഇപ്പോഴത്തെ പ്രശ്നം കൂടുതൽ ഗുരുതരമാകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഗ്യാസിൻ്റെ വില നമുക്കറിയാം നന്നായി വർദ്ധിക്കുന്നതിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. എണ്ണവിലയുടെ കാര്യത്തിലാണെങ്കിലും വീണ്ടും ഒരു എണ്ണ വില നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കുമോ എന്നുള്ള ആശങ്ക ശക്തമാകുന്ന ഒരു ഘട്ടം. അതേപോലെ തന്നെ നമ്മുടെ അവശ്യ സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം. ഈ ഹോർമൂസ് കടലിടുക്ക് ഇങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ നമുക്കറിയാം അമേരിക്കയിലും യൂറോപ്പിലും പല ഏഷ്യൻ രാജ്യങ്ങളിലും എണ്ണവില മാത്രമല്ല നിത്യോപയോഗങ്ങളുടെ സാധന വില അടക്കം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ ഒരു പ്രതിസന്ധി രൂക്ഷമാവുകയാണോ? ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുകയാണോ എന്നടക്കമുള്ള സംശയങ്ങൾ ഉയർത്തുന്നതാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, BK സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പിടിച്ചെടുത്തിരിക്കുന്ന 2 കപ്പലുകളിൽ ഒന്ന് ഇന്ത്യയിലേക്കുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ അത് സംബന്ധിച്ച് പുറത്തു വരേണ്ടതുണ്ട്. BK സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.